ഹായ് ഫ്രണ്ട്സ്, ജാസ്മിൻ്റെ ഉറക്കമാണെന്ന് സ്റ്റാർട്ടിങ് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ ഉടനെ ജാസ്മിൻ ഇങ്ങനെ ഞെട്ടി എണീക്കണം, മറ്റേ ആ ബൗ ബൗ കുറച്ചിട്ട് ഞെട്ടി അടിക്കണ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റോക്കി ഭായി പുള്ളി വന്ന് പവർ റൂമിൽ കയറി പഴമൊക്കെ എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്താ വെച്ചാൽ ഒറ്റയ്ക്കെടുത്ത് തിന്നു എന്നുള്ള ചീത്തപ്പേര് വരണ്ടാവണ്ടായിരിക്കും. എന്നിട്ട് പവർ റൂമിൽ കയറിയതിനുള്ള പണിഷ്മെൻറ്റും കൂടി കൂട്ടി എന്താ ഒരു 3 ദിവസത്തെ പണിഷ്മെൻറ്റ്, ടോയ്ലറ്റ് ക്ലീനിങ് അങ്ങനെ എന്താണ്ട് വാങ്ങിക്കെട്ടി. ജാസ്മിന് എന്തോ പാത്രം കഴുകുന്ന ഡ്യൂട്ടി കൊടുത്തു, ഉറക്കം തൂങ്ങിയാണ്. പവർ ടീമിൻ്റെ വക തന്നെ പവർ ടീമിലുള്ള ആൾക്ക് ഇങ്ങനൊരു ശിക്ഷ. ഇതൊക്കെ കഴിഞ്ഞ് ഈ റോക്കിയുടെ 1 മാൻ ഷോ ഒക്കെ ഉണ്ട്, ഇടയിലിടയിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. പവർ ടീമിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ ശിക്ഷ കുറവ്, നോർമലായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് ശിക്ഷ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുണ്ടാക്കും, ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ജാസ്മിനെ പെട്ടെന്ന് ബിഗ് ബോസ് വിളിക്കുന്നു കൺഫെഷൻ റൂമിലേക്ക്. അപ്പോൾ ജാസ്മിൻ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശേഷം അന്വേഷിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പുള്ളിക്കാരിക്ക് വീട്ടിൽ നിന്നൊരു കോള് വരുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, അതിൽ കാണിക്കുന്നില്ല, കോൺവെർസേഷനൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അത് ലൈവിലായാലും പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് വേറെ സീനിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ബിഗ് ബോസ് വിളിച്ചിട്ട് എന്താണ് വിശേഷം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു, ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം. അതുപോലെ തന്നെ ചിലതൊക്കെ വിഷമാവും. പിന്നെ എന്താ പറയുക, ബോൾഡ്നെസ്, അപ്പോൾ ഒരു തൻ്റെ ഇടവും ഇതൊക്കെ കൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ. പിന്നെ ഗബ്രി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ബിഗ് ബോസ് ക്ലിയർ ആയിട്ട് തന്നെ ഒരു ഹിൻഡ് കൊടുക്കുന്നുണ്ട്. അത് ഹിൻഡ് തന്നെയാണ്, അത് കറക്റ്റായിട്ട് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. നല്ല ബുദ്ധിയാണ്, നല്ല ബുദ്ധി, കൂടുതൽ ബുദ്ധിയായതിൻ്റെ പ്രശ്നമാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചില്ലേ, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ. അതുപോലെ തന്നെ ജാസ്മിൻ്റെ പാപ്പാജിക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പുള്ളി ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഒക്കെ ആണെന്നാണ് പറയുന്നുണ്ടായിരുന്നു. ഈ കോൺവെർസേഷനിൽ കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ നമുക്ക്. അപ്പോൾ പുള്ളിക്ക് എന്തോ സർജറി എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. എന്താണ് കോൺവെർസേഷൻ എന്നുള്ളത് കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ ഇതിൽ പെട്ട ഒരാളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയാണ്. ഗബ്രി ഇപ്പോൾ ജാസ്മിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന് ബാക്കിയുള്ളവരെയൊക്കെ വെറുപ്പിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ല ചീത്തപ്പേരുണ്ടാക്കി. അതിന്റെ പേരിൽ രാവിലെ തന്നെ ഒരു വഴക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു ടാസ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അസ്ഥാനത്തെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ലേഡീസിന് ഒരു മടുപ്പ് ഗബ്രിയോട്. എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായി സീൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും എപ്പോഴും അടി, എപ്പോഴും ഞാനായതുകൊണ്ട് ഇങ്ങനെ എൻ്റെ മേത്ത് കുതിര കയറുന്നു, എല്ലാവരും എന്നെ എതിർക്കുന്നു, എല്ലാവരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എതിരാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു സംഭവം. അതിൻ്റെ ഇടയിൽ ഇവരുടെ ഉപ്പ് രസം നോക്കൽ, നക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കൽ, അതുപോലെ തന്നെ ഉമ്മ വയ്ക്കൽ പരിപാടി, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ഷോവിലായതുകൊണ്ട്, അതായത് ഏഷ്യാനെറ്റ് ആണല്ലോ ഇത് സംപ്രേഷണം ചെയ്യുന്നത്, അതിൻ്റേതായ ഒരു പ്രോബ്ലമാണ്. ഇന്ന് ബിഗ് ബോസ് തന്നെ വാണിംഗ് പറയുന്നു, ഇത് ചെറിയ കുട്ടികൾ വരെ കാണുന്ന ഷോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവര് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലവറും അല്ല ഫ്രണ്ട്സും അല്ലാത്ത രീതിയിലാണ് ഇപ്പൊ അവര് പോണത്. അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് രണ്ടിലും അല്ലാത്ത രീതിയിലാണ് ഇപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. അത് ശരണ്യ പറയുന്നുണ്ട്, ഇത് ഫേക്ക് ഗെയിമാണ്, കൺഫ്യൂസ് ചെയ്യാണ്, പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യാന്നുള്ള കാര്യം അവള് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ആ ഇമോഷണലായത് വളരെ 100% ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. അതായത് പുള്ളിക്കാരിക്ക് എന്തൊക്കെ കത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പുറത്തുള്ള ഒരു ഇമേജ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് കെയർ, ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നന്നായി പേടിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. പേടിച്ചപ്പോൾ എന്തായി, ഈ ഒരു സംഭവം കഴിഞ്ഞതും ഗബ്രിയോട് മാത്രം നല്ല പേടിച്ചിട്ടുണ്ട്. ചെറിയ പേടിയൊന്നും അല്ല, ഇവിടെയുള്ള വേറെ ആരെയല്ല, ഉള്ളിലുള്ള ആൾക്കാരെയൊന്നും അല്ല പേടി, വീട്ടിലുള്ള സിറ്റുവേഷനോ പിന്നെ എന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നേ. ഇപ്പോൾ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ പെരുമാറുന്നതിനൊക്കെ അവരുടേതായിട്ടുള്ള സംഭവം. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ചിലപ്പോൾ കോൾ വന്നിട്ടുണ്ടാവും, ഇപ്പോൾ ഉസ്താദിന്റെ കോൾ വന്നിട്ടുണ്ടാവും. അത് തന്നെയാണല്ലോ പറയണതും.
ഞാൻ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട്, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെട്ടെന്ന് ഫാദറിന് ഇങ്ങനെ ആയത്, അതുകൊണ്ട് നമുക്കൊരു ഗ്യാപ്പ് ഇടാം, ഇത്രയും ഇനി ഇങ്ങനെ ക്ലോസ് ആയിട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ഗബ്രിയുടെ അടുത്തും സംസാരിക്കണത്. അതെ അതെ, ഒരു ഗബ്രി വശപ്പെട്ട അവസ്ഥയാണ്. ഗബ്രിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, എല്ലാവരെയും വെറുപ്പിച്ച് ഗബ്രി ഇപ്പം എന്തായി? ഗബ്രി ഇപ്പോഴും ജാസ്മിനെ നല്ല രീതിക്ക് തന്നെയാണ് പറയുന്നത്, പക്ഷെ നല്ലൊരു തേപ്പ് കിട്ടിയ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഗബ്രിക്ക്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ലാലേട്ടൻ ആ ഒരു സാറ്റർഡേയോ സൺഡേയോ മറ്റേ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗബ്രി ഒളിപ്പിച്ച് വെച്ചതിനെ പറ്റി ഇങ്ങനെ ഫണ്ണായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് മെൽട്ടാവുന്നതിന് മുമ്പേ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പം അതിനെപ്പറ്റി ഗബ്രി സംസാരിച്ചപ്പോൾ ജാസ്മിൻ, നീ എടുത്തു വെച്ച ചോക്ലേറ്റ് നീയല്ലേ സൂക്ഷിച്ച്, നീയല്ലേ അത് മെൽട്ടാവുന്നതിന് മുമ്പേ കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നിനക്ക് തരാൻ പോകണമെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ജാസ്മിൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാനാണ് ആ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു ജാസ്മിൻ. ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനിത് ആർക്കും കൊടുക്കില്ല, ഞാനിത് കഴിക്കും, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഉമ്മ വയ്ക്കുന്നൊക്കെ ഉണ്ട്. ഇത് ലൈവിൽ സംഭവിച്ചിട്ടുള്ളതാണ്. എത്ര പേരത് ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും, എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. എപ്പിസോഡിൽ ഇതൊന്നും കാണിക്കില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ കുടുംബത്ത് പ്രശ്നം ഉണ്ടാവും. അതിപ്പോൾ ഗബ്രിയുടെ ആയാലും ജാസ്മിൻ്റെ ആയാലും അവർക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട്, എഫക്റ്റ് ചെയ്യും നല്ലപോലെ. ഇവരൊരു ഇമ്മെച്യൂരിറ്റി കൊണ്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇവര് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല, എൻ്റെ ഫാമിലി പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇമ്മെച്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ല, അവര് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഗെയിം കളിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എന്താ, ഇപ്പൊ തെറ്റാണെന്ന് മനസ്സിലായി. അതൊരു മെച്യൂരിറ്റിയുടെ ഭാഗമാണല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് സംഭവം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞു, എല്ലാവരും കാല് വേണമെങ്കിൽ പിടിക്കാം, എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെയുള്ള രീതിയിലോട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുകയാണ് പലരും. ഇത് ഒരു അലിവുണ്ട് ജാസ്മിന്റെ അടുത്ത്. പലരും ഇപ്പൊ പുറത്തുള്ള ആളുകള് തക്കം പാർത്തിരിക്കുകയാണ്. ഇവരെ പേഴ്സണലി ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറ്റം പറയുന്നതിന് വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നമ്മൾ അതിനൊന്നും ശ്രമിക്കുന്നില്ല. ഇവരുടെ ഒരു ഗെയിമിൽ അവർ കാണിച്ചത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, രണ്ടുപേരും നല്ല പവറായിട്ട് വന്നിട്ടുള്ളവരാണ്. ആദ്യത്തെ ഒരാഴ്ച അടിപൊളിയായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. ഗബ്രിയും അത്യാവശ്യം നൈസായിരുന്നു. എനിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബോറിംഗ് ആയില്ലേ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുമ്പോ അവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, എപ്പോഴും അവര് തമ്മിലാണ്, എപ്പോഴും കൈ പിടിച്ചിട്ടിരിക്കാന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ജാസ്മിനെ പറയണെങ്കിൽ ജാസ്മിൻ അല്ല റിയാക്ട് ചെയ്യുന്നത്, അതിന് ഗബ്രി റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും വിഷം വരാൻ പോകുമ്പോഴേക്കും പോയിട്ട് കെട്ടിപ്പിടിക്കലൊക്കെ ആയി. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. വേണം, അതും കൈ പിടിച്ചിട്ട് തന്നെ കൂടെ വേണം. അതിപ്പോ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ. അത് മാത്രമല്ല ഓവറായിട്ട് വരുന്നു. ഇത് മാത്രമല്ല, വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇവര് ഒരാള് മാത്രമല്ല, ഇടയിൽ മറ്റേ രശ്മിൻ ബായും വന്ന് സ്കോർ ചെയ്ത് പോകും. ഗബ്രിയുടെ കാര്യമാണ് അത്. അതുപോലെ തന്നെ ജാസ്മിൻ ഇപ്പൊ റോക്കിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ ആരുടെ അടുത്തോ പോയിട്ട് പറയുന്നുണ്ട് അവളവിടെ അവനോട് കുണച്ചോണ്ടിരിക്കുകയാണെന്ന്, അങ്ങനെയുള്ള രീതിയിൽ. അതുപോലെ തന്നെ 5 മിനിറ്റ് ഞാൻ മറ്റേ പവർ റൂമിൽ വെയിറ്റ് ചെയ്യും, അപ്പോഴേക്കും വന്നോണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെയല്ലേ, ഇന്നലെ തന്നെയാണ് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ ആയിരിക്കും. അങ്ങനെ എന്നിട്ടാണ് മറ്റേ ബലൂണിന്റെ വിഷയമൊക്കെ റോക്കി സംസാരിച്ചത്. ജാസ്മിനാണ് ആ ഒരു സംഭവം അറിയാതെ വായയിൽ വരുന്നതാണ്, നമുക്ക് വായയിൽ ഇങ്ങനെ വെള്ളി വീഴുമല്ലോ, അങ്ങനെയുള്ള സംഭവമാണ്. ഇപ്പൊ തുപ്പലും ശ്വാസമൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഒരു ബലൂണ്. കുറച്ച് പ്രഷർ കൂടുന്ന സമയത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബലൂണ് നോക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗബ്രി ബലൂണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീണടത്ത് കിടന്ന് ഉരുളേണ്ട ഒരവസ്ഥയായി ജാസ്മിന്. ഗബ്രി ബലൂണല്ല, ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു ഉരുണ്ടു. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സാണെന്ന് പറയുന്നു. എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ കിസ് ചെയ്യണമെങ്കിൽ പോലും കയ്യിൽ കിസ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് കിസ് ചെയ്യേണ്ട കാര്യമില്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ട്, ഒരു ഗേളായിട്ട് ഒരു ഫ്രണ്ട്, അതായത് ജെന്യൂൻ ആയിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗേളായിട്ടുണ്ടെങ്കിൽ അവൾക്കിപ്പോൾ ഇമോഷണലി വല്ല പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ വന്നിരിക്കുന്ന സമയത്ത് അവൾക്കിപ്പോൾ എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഹഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവുക. ഇവരെല്ലാം അതെ ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. റോക്കിയെ പ്രൊവോക്ക് ചെയ്ത രീതിയായാലും അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. സ്വകാര്യത പോലെ അവര് അതെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യും. എന്നിട്ട് ഒടുവ് ഇങ്ങനെ ലവ് ആണെന്ന് പറയും, കുറച്ചു നേരം
പറയല്ല അങ്ങനെയാണ് എന്നുള്ള വിപരീതമാണ് പ്രവർത്തിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാവിലെ ഒരു കാര്യം ഇപ്പൊ ശരണ്യോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരു ബെഡ് കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രാത്രി ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ കിടക്കില്ല എന്നും പറഞ്ഞു അപ്പൊ തന്നെ. അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ 2 ബെഡിലായിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നു. അതും അപ്പൊ ജാസ്മിൻ പവർ റൂമിലല്ല തോന്നും, മറ്റേ ജാൻമോണി വന്നിട്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇവർ ചെയ്തു കൂട്ടി. അതിനുള്ള എല്ലാം ശരിക്കും പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. ആക്ച്വലി ഗബ്രിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല, അവൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അത് മാത്രമല്ല ഗബ്രിക്ക് ഇപ്പോൾ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഇവൾ എന്താ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. കാരണം അവൾ നല്ല ഈസിലി ആ ഒരു സിറ്റുവേഷനെ ഒരു ഇമോഷണലി അങ്ങോട്ട് ഡൗൺ ആക്കി കാണിച്ച് എല്ലാവരെയും സെന്റിമെന്റ്സോട് കൂടി ജാസ്മിൻ ഇപ്പോൾ പിടിച്ചു നിൽക്കും അവിടെ. ജാസ്മിൻ ഇപ്പോൾ ആ ഹൗസിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോയി എനിക്കറിയില്ല, ആ ഹൗസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു കൺസേൺ അവൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ വരും. ഇവര് ഇന്ന് വന്ന് ഒരു കൺസിഡറേഷൻ കൊടുത്തു, ഇങ്ങനെ വിഷമമുള്ള സമയമാണെന്നുള്ള രീതിയിൽ പെർഫോം ചെയ്തത്. ഓരോ ആൾക്കാരെയാണ് ആക്ട് ചെയ്തെങ്കിലും അവളെ മാത്രം അങ്ങനെ വലിയ രീതിയിൽ അവള് ചെയ്ത എല്ലാ കാര്യമൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. റോക്കിക്ക് പക്ഷെ പ്രൈസ് കിട്ടാത്തതിലുള്ള ഒരു അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും. അപ്പൊ എന്താ നീയല്ലേ പറഞ്ഞത് അത്രയ്ക്ക് വേണ്ട, കൊല്ലണ്ടാന്ന് നീയല്ലേ പറഞ്ഞത്, ഇങ്ങനെയായി അങ്ങനെയായി ശവത്തെ കുത്തണ്ടാന്ന് നീയല്ലേ പറഞ്ഞത്. ലാസ്റ്റ് ജാസ്മിൻ കരയുകയും ചെയ്യുന്നത്. ജാസ്മിൻ എന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അതോടെ ആ എപ്പിസോഡ് അവസാനിപ്പിച്ചു. BB+ ഒന്നും കണ്ടില്ല, ഇതന്നെ കണ്ട് വയ്യാതായി. സത്യം പറഞ്ഞാൽ ഇവര് കാരണം തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കുളമായതെല്ലാം. ഇവർ ഇത്തിരി അല്ല, ഒരുമാതിരി ഓവറാക്കി. 75% ഇവരുടെ സംഭവങ്ങൾ തന്നെ. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ ട്രോഫിയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത് പണ്ടും കാണിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അങ്ങനെയാണ്. എന്താണോ ഇവര് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവരിപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ജെന്യൂൻ ആയിട്ടാണോ എന്നുള്ളതൊന്നുമല്ല. കണ്ടന്റ് എവിടെയാണോ അവിടെ ബിഗ് ബോസ് ഉണ്ടാവും, ക്യാമറ അവിടെ സൂം ചെയ്യപ്പെടും. അപ്പോൾ നായിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രോഫിയും അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് മടിയെന്നല്ലേ, മടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രോഫി ഗബ്രിയുടെ, അതും അടുത്തടുത്ത് ബെഡ്. അതൊക്കെയാണ് കോമഡി. ഇതെല്ലാം കറക്റ്റ് കണക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ആളുകൾക്ക്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും, റൊമാൻറ്റിക് സോങ് ഒക്കെ ഇട്ടിട്ട് കാണിക്കും. ലവ് ട്രാക്കിലേക്കാണ് പോകുന്നതെന്നുള്ളത് ബിഗ് ബോസ് തന്നെ കാണിക്കും. എന്നിട്ട് ബിഗ് ബോസ് തന്നെ ഡയലോഗ് അടിക്കും. അതാണ് കോമഡി. ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നതെന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെയുള്ള സംഭവമൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. റോക്കിക്ക് നല്ലൊരു വാണിംഗ് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ, ആ ഒരു പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വാണിംഗ് കിട്ടി. പക്ഷെ അതിലൊന്നും റോക്കിക്ക് ഒരു കൂസലും ഇല്ല. അത് കഴിഞ്ഞിട്ടും പവർ റൂം കയറി അലമുണ്ടാക്കി പഴം തിന്നുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. അതൊക്കെ കണ്ടന്റ് തന്നെയാണ്. കീ എടുത്തോണ്ട് പോയി. അതെ, അതിന് പണിഷ്മെന്റ് കൂടുതൽ കിട്ടി. എന്താ വെച്ചാൽ നേരത്തെ ഒരു ദിവസം ബാലൻസ് ഉണ്ട്, അതാണ് 3 ദിവസം കൊടുത്തത്. അപ്പൊ അതെന്താ എനിക്ക് മാത്രം 3 ദിവസം എന്നുള്ള ഒരു രീതിയിലായി. പിന്നെ അതിനെയും വളച്ചൊടിക്കുകയാണ് അവൻ. അതാണ് റോക്കിയുടെ കണ്ടന്റ്. റോക്കിയുടെ ദുനിയ. KGF കളിക്കുകയാണ് റോക്കി. പേര് മാത്രമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നിഷ്കുവാണ് പുള്ളിയും. വലിയ ഈ ഗെയിമിന് വേണ്ടി കാണിക്കുന്നതാണെന്ന് തോന്നുന്നു. ചില സമയമൊക്കെ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് ഇത്തിരി പാവം തോന്നും. ഇങ്ങനെ ഇരിക്കും. മുടിയൻ അന്നൊരു ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ്. നോമിനേഷൻ ചെയ്തിട്ട് ഗബ്രി ചിരിച്ച് കാണിച്ചതിന് മുടിയൻ എന്തോ ഇമോഷണലായപ്പോൾ ഇവൻ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു റോക്കി. അപ്പോൾ താനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളവർക്ക് വല്ലതും വരുമ്പോൾ ചെറുതായിട്ട് അവിടേക്കോ ഇനിയും ഇപ്പോൾ ചിലപ്പോൾ ഇനി വരും എപ്പിസോഡിൽ ഈ ഒരു റോക്കി ആയിരിക്കില്ല നമുക്ക് ചിലപ്പോൾ കാണാൻ ചേഞ്ച് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഗബ്രിയുടെ കാര്യം മാത്രം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ജാസ്മിനൊക്കെ ശരിക്കും തിരിച്ചു വരും, പെട്ടെന്ന് ഓക്കെ ആവും. പ്രത്യേകിച്ച് ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, പെൺകുട്ടികൾ പെട്ടെന്ന് ഒരു സംഭവം സിറ്റുവേഷൻ എന്ന് പെട്ടെന്ന് പുറത്തു ചാടും. പിന്നീട് അവർ ചിലപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമായിരിക്കും. എല്ലാം കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ആലോചിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരു സ്പോണ്ടേനിയസ്ലി കരഞ്ഞു തീർക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ പെട്ടു. ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗബ്രിയെ വെച്ച് കരുനീക്കിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. അത് ഒരു ഡയറക്റ്റ് അല്ല, അത് അവനോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഗബ്രി ശരിക്കും പെട്ടു. ഗബ്രിക്ക് എല്ലാവരും വോട്ട് ചെയ്യുക, നോമിനേഷനിൽ വരുമ്പോൾ ചെയ്താൽ മതി. ചെയ്യണ്ട, ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിസോഡിനെ പറ്റി പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.